രാവിലെ ഇന്ന് ലൊക്കേഷനിലേക്ക് പോകാൻ ഞാൻ ഒറ്റയ്ക്കേ ഉള്ളൂ. അപ്പോൾ ജോയി ചേട്ടൻ വണ്ടി കൊണ്ട് നമ്മൾ പറഞ്ഞു റെയിൽവേ ട്രാക്കിൻ്റെ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്, ഒരു 5 മിനിറ്റ് എടുക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു ചേട്ടാ ഞാൻ പതുക്കെ അങ്ങോട്ട് നടന്നു വരാമെന്ന് പറഞ്ഞു. ഞാനിങ്ങനെ രാവിലത്തെ കാഴ്ച ഭംഗിയൊക്കെ കണ്ട് നല്ല വയലിൻ്റെ കയറി കൂടെ പതുക്കെ നടന്ന് ഇവിടെ കുറച്ച് ദൂരമേ ഉള്ളൂ റെയിൽവേ ട്രാക്കിൻ്റെ അവിടെ, ഒരു 1.5 കിലോമീറ്റർ നടന്നപ്പോഴത്തേക്ക് ജോയി ചേട്ടൻ വണ്ടിയും കൊണ്ട് വന്നു. ആ വണ്ടി തിരിച്ച് ജോയി ചേട്ടൻ്റെ അവിടെ തിരിച്ച് ഞങ്ങൾ ലൊക്കേഷനിലേക്ക് പോയി. ഇന്ന് ലൊക്കേഷനിൽ പൂജ ചെയ്യുന്നത് നമ്മുടെ നിഷ സ്വർണ്ണലതയാണ് ഇന്ന് പൂജ ചെയ്യുന്നത്. ആദ്യമായിട്ടാണ് അവർ ഇന്ന് പൂജ ചെയ്യുന്നത്. അങ്ങനെ അമലേട്ടൻ കർപ്പൂരം കത്തിച്ചു കൊടുത്തു. അവർ എല്ലാവരും കൂടി പൂജ ഭംഗിയായിട്ട് നിർവഹിച്ചു. നമ്മുടെ ഷൂട്ട് രാവിലെ തന്നെ തുടങ്ങാൻ പോവുകയാണ്. ഇപ്പോൾ ഏഷ്യാനെറ്റിൽ ഹാപ്പി കപ്പിൾസ് നിങ്ങളെല്ലാവരും കാണുക, ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. പൂജയ്ക്ക് ശേഷം ഐശ്വര്യമായിട്ട് ഞങ്ങളുടെ ഷൂട്ട് ആരംഭിച്ചു. എനിക്ക് ഫസ്റ്റ് സീനൊന്നും ഇല്ലായിരുന്നു. എനിക്ക് 10-12 മണിയോട് കൂടിയാണ് എൻ്റെ സീനുകളൊക്കെ എടുത്തത്. അപ്പം അതുവരെ ഫ്രീ ആയിരുന്നു. ഫ്രീ ഉള്ള സമയം നമ്മളെന്താ ചെയ്യുന്നത്? സാധാരണ ഫ്രീ ആണെങ്കിൽ നേരെ പോവുക, ആഹാരം കഴിക്കുക. രാവിലെ തന്നെ പോയി ചാപ്പാടം കഴിച്ചു. അവിടെ നല്ല സൂപ്പർ ഇഡ്ഡലിയും ചമ്മന്തിയായിരുന്നു. എൻ്റെ കരാട്ട ഡ്രസ്സൊക്കെ ഇട്ടുകൊണ്ട് നിൽക്കുകയാണ് അവർ. എൻ്റെ അടുത്ത് വെച്ച് വേണോ? അവർ വേണ്ട, ഞാനെടുത്ത് കഴിച്ചോളാം. അങ്ങനെ എല്ലാവരും കൂടി ചേർന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ അടിപൊളിയായിട്ട് കഴിച്ചു. ഇഡ്ഡലിയും ചമ്മന്തിയും സാമ്പാറും ഉണ്ടായിരുന്നു. ഇത് ബബിലും. ഇതൊക്കെ എൻ്റെ ഐറ്റങ്ങളാണ്. കാരണം എൻ്റെ റൂമിൽ ഏറ്റവും വലിയ പട്ടിക്കുട്ടികളും പൂച്ചകളും, അതായത് ഞാൻ കമ്പൗണ്ടറാണല്ലോ മൃഗാശുപത്രിയിൽ, അതുകൊണ്ട് എൻ്റെ മുറിയിൽ മൊത്തം അങ്ങനെയുള്ള പരിപാടികളൊക്കെ ഇരിക്കുന്നത്. ഇതൊക്കെ എൻ്റെ കൂട്ടുകാരാണ്. അതാണ്ട് ആട്, പട്ടി, ഇതിനെല്ലാം ഞാനൊരു പേര് വിട്ടിട്ടുണ്ട് കേട്ടോ. അത് സീരിയലിൽ നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാമല്ലോ അല്ലേ, ഓരോ ക്യാരക്ടറിനും. എൻ്റെ ബെഡ്റൂമിൽ ഇതൊക്കെയാണ് എൻ്റെ കൂടെ ഉള്ളത്. വൈഫ് പിണങ്ങി നിൽക്കുന്നുണ്ട്. ഇവരൊക്കെയാണ് എൻ്റെ കൂട്ടുകാർ. ഇത് അറക്കലാണ് എൻ്റെ മോളായിട്ട് അഭിനയിക്കുന്ന ലക്ഷ്മി മോളുടെ മുത്തശ്ശിയാണ്. ഇപ്പോൾ വൈകിട്ട് ആ ഗാർഡനിലൂടെ ചുമ്മാതെ സുധേണ്ണൻ ഒരു വീഡിയോ ഒക്കെ എടുത്തു തന്നു. അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ ഇവിടെ കഴിയുകയാണ്. ഓക്കെ, ബൈ.